ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, ഈ ആഴ്ച പണപ്പെരുമഴയാണ്, ബിഗ് ബാങ് വീക്കാണ് പറയണത്. പണപ്പെരുമഴ, മഴ ഇടി ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് പണം പറക്കണം. അതാണ് അപ്പോൾ അവിടെ അങ്ങനെ പണങ്ങൾ വീണ് പെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അപ്പം ഇത് വിജയുടെ അക്കൗണ്ടിൽ നിന്നിട്ടാണ് ഈ കുറയുന്നത്. 50 ലക്ഷമാണല്ലോ പ്രൈസ്, അതിൽ നിന്ന് കുറഞ്ഞിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നെവിൻ ഇതുപോലെ ചെന്ന് പറക്കുന്നുണ്ട്, എല്ലാവരും പറക്കുന്നുണ്ട് കേട്ടോ. പറക്കി കഴിയുമ്പോൾ നെവിനത് ഈ വട്ടം ഈ ആഴ്ച ഒന്നും നെവിൻ ചെയ്യാൻ പാടില്ല, പണം പറക്കാനേ പാടില്ല എന്നതാണ് നിയമം. പക്ഷേ നെവിൻ ചെന്ന് പറക്കുന്നില്ല. എല്ലാവരും പറഞ്ഞു നെവിൻ നീ എടുക്കലെന്ന് പറയുന്നുണ്ട്. പക്ഷേ നെവിൻ അത് എടുത്തിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ആർക്കാണ് കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ അനുവിന് കൊടുത്തിട്ടുണ്ട്, അനീഷിന് കൊടുത്തിട്ടുണ്ട്, നൂറയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അക്ബറിന് കൊടുത്തിട്ടുണ്ട്. അത്രയും പേർക്ക് നെവിൻ വീതിച്ചു കൊടുത്തു. നെവിന് സ്വന്തമായിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ള എല്ലാവർക്കും കൊടുക്കാം. പിന്നെ രണ്ടാമത് ഇവർക്ക് കുറേ ബെല്ലടിച്ചപ്പോൾ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. പോയി എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അതിലൊരു ബോക്സ് കണ്ടു. നെവിൻ അത് വെറുതെ തുറന്നു നോക്കിയപ്പോൾ അതിൽ പൈസ 15,000 രൂപ. നെവിൻ അത് പോക്കറ്റ് വെച്ചപ്പോൾ എല്ലാവരും പിന്നാലെ ഓടി വന്നിട്ട് പറഞ്ഞു എടുക്കാൻ പറ്റില്ല, എന്താണെന്നൊക്കെ ചോദിച്ചു. അവസാനം അത് 15,000 രൂപയെന്ന് തെളിഞ്ഞു. അപ്പം നെവിൻ്റെ അടുത്ത് ചോദിക്കും ബിഗ് ബോസ്, നെവിൻ ആ പൈസ ആർക്ക് കൊടുക്കാനാണെന്ന് ചോദിക്കും. നെവിൻ എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നെവിൻ പറഞ്ഞു ഞാൻ അത് അക്ബറിന് കൊടുക്കും. എന്തുകൊണ്ട് വെച്ചാൽ എല്ലാവർക്കും വീതിച്ച് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവരൊക്കെ എന്നെ വളരെ ഇറിറ്റേറ്റ് ചെയ്തതുകൊണ്ട് പിന്നാലെ ഓടി നടന്ന് താന്ന് പറഞ്ഞതുകൊണ്ട് അക്ബറിന് കൊടുക്കാന്നാണ്. അപ്പോൾ അക്ബർ എൻ്റെ പൊന്നി എന്നൊക്കെ പറഞ്ഞത് മേടിച്ച് നിൽക്കും. മൂന്നാമത് ആണ് ഏറ്റവും രസം, അത് കുറേ ഇരുന്ന് ചിരിക്കാനുണ്ട്. മണി കെട്ടിയിട്ട് തലയിലൊരു മണി കെട്ടി നിൽക്കുക, അത് ഇളകാൻ പാടില്ല. ആ ബസർ ടു ബസർ ഇളകാൻ പാടില്ല. അങ്ങനെ നിന്നിട്ട് ഇളകാതെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നെവിനത് പാടില്ലല്ലോ. നെവിൻ വെറുതെ ജഡ്ജായിട്ട് മാത്രം നിൽക്കാനേ പാടുള്ളൂ. നെവിൻ എല്ലാവരും ചെന്ന് ചിരിപ്പിക്കാൻ നോക്കുന്നില്ല, ഇളകുന്നില്ല. അങ്ങനെ ഓരോരുത്തർ സാബുമാൻ ഔട്ടായി, അക്ബർ ഔട്ടായി, എല്ലാവരും ഔട്ടായി. അവസാനം ആദിലയും അനുമോളും മാത്രമായി. അങ്ങനെ ഒറ്റക്കാലിലാണ് പിന്നെ ഒറ്റക്കാലിൽ നിൽക്കാൻ പറഞ്ഞു. ഒറ്റക്കാലിൽ നിൽക്കണതിന് ഏറ്റവും രസം ഇവർ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ. പക്ഷെ ഇതിൽ രസകരമായിട്ട് തോന്നിയത് അനുമോള് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റക്കാലിൽ നിന്നിട്ട് ജയിച്ചത് ആതിരയാണെങ്കിലും അനുമോള് നല്ല തമാശയൊക്കെ ഇറക്കി. ശരിക്കും നെവിൻ ചെന്ന് അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തിന് ഈ ജന്മം എനിക്ക് തന്നു എന്ന് പറ. അപ്പോൾ പറയണ്ട, എന്തിന് എനിക്ക് ഈ ജന്മം തന്നു, ഈ കണ്ടാമൃഗത്തിനെ കാണാനോ എന്നൊക്കെ ചോദിച്ചിട്ട് അനുമോള് ഭയങ്കര രസത്തിൽ ഇത് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നെവിൻ ഓരോരുത്തരടുത്ത് അങ്ങനെ പറയുന്നുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. അനുമോള് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ഒന്നും പറയുന്നത്. പിന്നെ ആദ്യം എന്തെങ്കിലും പറയുന്നുണ്ട്. അവസാനം ആക്റ്റീവായത് അനുമോളാണെങ്കിലും കൂടിയിട്ട് വിജയിച്ചത് ആദിലയാണ്. അനുമോളുടെ പെട്ടെന്ന് അനങ്ങി. അപ്പം അനുമോളെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആദില വിജയിച്ച് 25,000 രൂപ ആദിലയ്ക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ.